ഈ കഥ നടക്കുന്നത് 6000 വർഷങ്ങൾക്ക് മുൻപ്. അതുവരെ അത്രയും ഒരു പീസ്ഫുള്ളായി പോയിക്കൊണ്ടിരുന്ന ഒരു ലോകം. ആ ലോകത്തിന്റെ പേരാണ് ഹോളി ഡീമൺ കോണ്ടിനെന്റ്. എന്നാൽ ഒരു ദിവസം അത് നടന്നു. എല്ലാം ഇരുട്ടിലായി. ആകാശം ഇരുണ്ടു, സൂര്യനെ മറച്ചു, കാലചക്രം നിലച്ചു. ഡീമൺസ് ലോകം പിടിച്ചെടുക്കാൻ തുടങ്ങി. ഭൂമി ഒരു നരകമായിട്ട് മാറി. ഹോളി ഡീമൺ കോണ്ടിനെന്റ് എന്നത് ഒരു ഡീമൺ കോണ്ടിനെന്റായിട്ട് മാറി. ഡീമൺസിന്റെ തന്റെ എംപറർ അല്ലെങ്കിൽ ലോർഡായ ഫെങ്ഷു തന്റെ പവേഴ്സ് ഉപയോഗിച്ച് 72 ഡീമൺ പില്ലേഴ്സ് അതുണ്ടാക്കി. ഓരോന്നിലും 72 പവർഫുള്ളായ ഡീമൺ ഗോഡ്സും. ഈ ഡീമൺ പില്ലേഴ്സ് വഴി ആ ഡീമൺസിന്റെ മരണം അത് ഇല്ലാതാക്കി ആ ഒരു രീതിയിൽ കൊണ്ടെത്തിച്ചു. ഇത്രയൊക്കെ പവർഫുള്ളായ ആൾക്കാരുണ്ടായിട്ട് പോലും ആ ഡീമൺസിനെ കൊല്ലാൻ കൂടി പോയിട്ട് ആ ഡീമൺ പില്ലേഴ്സ് തകർക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഡീമൺസിന്റെ മരണം അത് ഇല്ലാതാക്കി എന്നത് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇമോർട്ടലായി എന്നല്ല, അത് പറയാം. അങ്ങനെ അവസാനം അത് തുടങ്ങി. മനുഷ്യരും ഡീമൺസും തമ്മിലുള്ള വാറ്. മനുഷ്യരാശിയെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ വേണ്ടി അവർ ഓരോന്ന് ചെയ്യാനായിട്ട് തുടങ്ങി. പയ്യെ പയ്യെ അത് സക്സസ് ആകാനും തുടങ്ങി. അപ്പോൾ ഭൂമിയിലെ ജനങ്ങൾ ആശ്രയിച്ചിരുന്നത് ഒന്നിലായിരുന്നു. 6 ഗ്രേറ്റ് ടെമ്പിൾസ് ചേർന്ന ടെമ്പിൾ അലയൻസ്. നൈറ്റ് ടെമ്പിൾ, വാരിയർ ടെമ്പിൾ, അസാസിൻ ടെമ്പിൾ, മേഘ ടെമ്പിൾ, ഹീലിംഗ് ടെമ്പിൾ, സോൾ ടെമ്പിൾ എന്നീ 6 ടെമ്പിൾസ്. എല്ലാവരും അവരെയാണ് ആശ്രയിച്ചിരുന്നെങ്കിലും എല്ലാവരും നേടാൻ ആഗ്രഹിച്ചിരുന്നത് 6 ഡിവൈൻ ത്രോൺസ് ആണ്. അത് വെറും ഒരു ത്രോൺ ആയിരുന്നില്ല, ഡിവൈൻ പവേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഗോഡ് പവേഴ്സിന് തുല്യമായ ടൂൾസ് ആണ്. ഓരോന്നിനും അതിൻ്റെതായ സ്കില്ലുകളുണ്ട്. എത്ര കൊണ്ടായിട്ടും അവരാർക്കും തന്നെ അത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം ആ ത്രോൺസ് അതിനുവേണ്ടി ചലഞ്ച് ചെയ്യണം. ആ ചലഞ്ച് അത് ജയിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ. എനിക്ക് തോന്നുന്ന 3 എണ്ണം ഇതാണ് ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും 3 എണ്ണം ബാക്കിയുണ്ട്. ആ 6 ത്രോൺസ്: ത്രോൺ ഓഫ് ലോ ആൻഡ് ഓർഡർ, ത്രോൺസ് ഓഫ് വിഡ്സം ആൻഡ് സ്പിരിറ്റ്, ത്രോൺസ് ഓഫ് പ്രൊട്ടക്ഷൻ ആൻഡ് മെർസി, ത്രോൺസ് ഓഫ് ഡൂം ആൻഡ് സ്ലാത്തർ, ത്രോൺസ് ഓഫ് ഫിയർ ആൻഡ് സാഡ്നെസ്, അവസാനം ത്രോൺസ് ഓഫ് എറ്റേണിറ്റി ആൻഡ് ക്രിയേഷൻ. ഇത് ഓരോന്ന് പലതരം ഡിവൈൻ പവേഴ്സ് ഉള്ള ടൂൾസ് ആണ്. ഇത് ഉപയോഗിച്ച് ഡീമൺസിനെ കൊല്ലാൻ കഴിയും. എന്നാൽ ആർക്കും തന്നെ അത്ര പെട്ടെന്ന് ഇത് കിട്ടുകയില്ല എന്നതാണ്. അല്ലെങ്കിൽ ഒരു നോർമൽ നൈറ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഞാൻ ഉദ്ദേശിച്ചത് അവർ ചൂസ് ചെയ്യുന്ന പാതയിലൂടെ. ഈ ത്രോൺസിലെ ഏറ്റവും പവർഫുള്ളായ ത്രോൺ അതേതാണെന്ന് വെച്ചാൽ ത്രോൺ ഓഫ് എറ്റേണിറ്റി ആൻഡ് ക്രിയേഷൻ ആണ്. അങ്ങനെ 72 ഡീമൺ പില്ലേഴ്സിനെ തകർത്ത് ഡീമൺസിനെ കൊന്ന് പഴയതുപോലെ സമാധാനമായിട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ. അവർ അത് ചെയ്തോ ഇല്ലയോ? എന്നിരുന്നാലും ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ്, ഈ 6000 വർഷമായിട്ട് ഈ ഭൂമി ഡീമൺസിന്റെ പിടിയിലാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. പ്രസന്റിൽ നിന്ന് 10 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഡീമൺ ഹണ്ടിങ് സ്ക്വാഡ് 54ാമത്തെ റാങ്കുള്ള ഒരു തണ്ടർ ഡീമൺ അതിന്റെ പില്ലേഴ്സും ഉണ്ട്. അതിനെ കൊല്ലാനായിട്ട് നോക്കുന്ന 6 ടെമ്പിൾസിലെ ഗ്രേറ്റസ്റ്റും സ്ട്രോങ്ങസ്റ്റുമായ ആൾക്കാർ. അതിൽ ഓരോരുത്തരും ഓരോ ടെമ്പിൾസ് നിന്ന് വരുന്നതാണ്. ഷിങ്യു എന്ന നൈറ്റ് ടെമ്പിളിൽ നിന്നും, സാൻഷോയി എന്ന സോൾ ടെമ്പിളിൽ നിന്നും, ലിങ്ചെൻ എന്ന മേഘ ടെമ്പിളും മാജിക് ടെമ്പിളിൽ നിന്നും അല്ലെങ്കിൽ മാജിക് ടെമ്പിൾ എന്നാണ് ഉദ്ദേശിച്ചത്, റോയ്ഷോയി ഹീലിംഗ് ടെമ്പിളിൽ നിന്നും, ഇങ്ചൂഫൻ എന്ന അസാസിൻ ടെമ്പിളിൽ നിന്നും, അവസാനം റൺബുക്കോങ് എന്ന വാരിയർ ടെമ്പിളിൽ നിന്നും. അങ്ങനെ 6 ടെമ്പിളിൽ നിന്ന് സ്ട്രോങ്ങസ്റ്റ് ആയ 6 പേര് അവർ 54ാമത്തെ റാങ്കുള്ള തണ്ടർ ടീമിനെ കൊല്ലാനായിട്ട് നോക്കുകയാണ്. ആ ഡീമൺ കോഡ് അത് എത്രത്തോളം പവർഫുൾ ആണെന്ന് നോക്കിയാൽ ഒരു സാധാരണ ആൾക്കാർ പോലും അതിന്റെ മുൻപിൽ ഒരു ഉറുമ്പാണ്. എന്നിരുന്നാലും അങ്ങനെ ആ ഡീമനെ അതിനെ കൊല്ലാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അത് പില്ലർ അതിൽ നിന്ന് പവേഴ്സ് എടുത്ത് പിന്നെ സ്ട്രോങ് ആവുകയാണ്. അങ്ങനെ അവസാനം അതിനെ എങ്ങനെയൊക്കെ ചേർന്ന് ഗ്രൂപ്പായിട്ടൊക്കെ ചേർന്ന് അവരുടെ ഓരോ സ്കില്ലുകൾ ഉപയോഗിച്ച് കൊന്നു. അതിനെ കൊല്ലുമ്പോൾ ഒരു ക്രൗൺ പോലെയുള്ളത് അത് അവിടെ നിന്ന് പോവാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ പിറകെ പോവുകയാണ് അവർ. ആ ക്രൗൺ എന്താണെന്നൊക്കെ പോകെ കാണാം. അങ്ങനെ ഇവിടെ നിന്ന് കട്ടായിട്ട് ഒരു വോയിസ്: ഞങ്ങൾ വേറെ ഒരു ഉറുമ്പാണ്, എന്ത് ധൈര്യമുണ്ട് നമ്മുടെ ഡീമൺസിനെ തൊടാൻ എന്ന് പറഞ്ഞ് ഡീമൺസിന്റെ തന്നെ എംപറർ ആയ ഫെങ്ഷുയി അങ്ങോട്ട് വരികയാണ്. ഫെങ്ഷുവിന്റെ പവർ എത്രമാത്രമാണെന്ന് അവർക്കറിയില്ല. അവർ എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ പോയി. എന്നാൽ ഒരു ചെറിയൊരു സ്കില്ല് ഉപയോഗിച്ച് തന്നെ അത് ഒരേ ടൈമിൽ ലക്ഷം സ്പിരിച്വൽ പവേഴ്സ് ഒരുമിച്ച് ചേർത്ത് വിടുന്നതാണ്. അത് ഉപയോഗിക്കുമ്പോൾ അവർ മാറാനായിട്ട് കഷ്ടപ്പെടുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവസാനം എങ്ങനെയൊക്കെ മാറി. അങ്ങനെ അവർ അവരുടെ മുന്നിൽ തോറ്റുപോയി. എന്നാൽ പിന്മാറാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതിൽ നൈറ്റ് ടെമ്പിളിലെ ഷിങ്യുവിന്റെ കയ്യിൽ ഒരു ഡിവൈൻ വെപ്പൺ ഉണ്ടായിരുന്നു, ത്രോൺ ഓഫ് ഡൂം ആൻഡ് സ്ലാത്തർ. അതിന്റെ മെയിൻ സ്കിൽ എന്നത് സ്ട്രോങ്ങസ്റ്റ് അറ്റാക്കിംഗ് ആണ്. അത് വരുത്തിയാണ് അവിടെ ഒരു ത്രോൺ ഓഫ് ഡൂം ആൻഡ് സ്ലാത്തർ. അതിലെ ത്രോൺസ് അതവിടെ ഉണ്ടായിരുന്നു. അതിലേക്ക് ചെന്നിരിക്കുകയാണ്. ഷിങ്വിന്റെ കമാൻഡിൽ ഒരുപാട് ഗാർഡിയൻസ് വന്ന് നേരെ ഫെങ്ഷുവിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡിയായി. ഒരു ആർമർ പോലെ കാണാം. അതൊരു ഡിവൈൻ പവേഴ്സ് ഉള്ള ആർമറാണ്. അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പോയി ഗാർഡിയൻസിന്റെ അറ്റാക്ക് അതെല്ലാം സിമ്പിളായിട്ട് തകർത്തു. ഈ സമയത്ത് ഷിങ്ങു ആർമർ ഒക്കെ ഇട്ട് നേരെ വന്ന് അറ്റാക്ക് ചെയ്തു വന്ന അത് രണ്ടും കൂടി കൂട്ടിയിടിച്ച് ഒരു വലിയ പവർ അടുത്ത അറ്റാക്കിന് നിന്നില്ല. അപ്പോഴേക്കും ഫെങ്ഷു വന്നിരുന്നു. നീയാണല്ലോടാ ഷിങ്യു എന്ന് പറഞ്ഞ് അടിച്ചിട്ടു. പിന്നെ അറ്റാക്ക് ചെയ്യാൻ വന്ന ആ ബ്ലാക്ക് ഡ്രാഗൺ അതിനെ വെച്ച് തടഞ്ഞു. അവിടെ നിന്ന് പോവുകയാണ്. ആർക്കും തന്നെ മനസ്സിലായില്ല എന്തുകൊണ്ട് വന്നിട്ട് ഒന്നും ചെയ്യാതെ അവരെ ഒന്നും വെറുതെ വിടാതെ
ഐ മീൻ വെറുതെ വെട്ടിട്ട് അവിടെ നിന്ന് പോയിന്ന്. എന്നിരുന്നാലും അതിനുശേഷം റൂമിൽ വരുമ്പോൾ ഷിങ്ങുവിൻ്റെ വൈഫായ ബായുവിനെ കാണാനില്ല. ഈ സമയത്ത് ആ ബായു എന്ന സ്ത്രീ 2 ഡീമൺസ് വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത് കാണാം. എന്തുകൊണ്ട് എന്നത് ഇപ്പോൾ പറയുന്നില്ല. എല്ലാത്തിൻ്റെ ഉത്തരം പോകെ മനസ്സിലാകും. ആ ദിവസം ഡീമൺ പോലും അതിശയിക്കുന്ന രീതിയിൽ കിഴക്ക് അല്ലെങ്കിൽ ഈസ്റ്റിൽ കുറേ നക്ഷത്രങ്ങൾ, മെയിനായിട്ട് ഒരു നക്ഷത്രം അല്ലെങ്കിൽ ഒരു സ്റ്റാർ വളരെയധികം ബ്രൈറ്റായിട്ട് ജ്വലിക്കുകയായിരുന്നു. അത് രാവിലെ വരെ ഉണ്ടായിരുന്നു എന്നതും പറഞ്ഞുകൊണ്ടാണ് ഈ സീരീസ് ത്രോൺ ഓഫ് സെയിൽ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ്. ഇനി മുതൽ ഈ സീരീസ് ആയിരിക്കും മുന്നോട്ട് ഈ ചാനലിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എത്രത്തോളം ശരിയാകുന്നു എന്നറിയില്ല. കാരണം ഞാൻ 110 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ എപ്പിസോഡ് വരെയാണ് കണ്ടത്. അതുവരെ ഇറങ്ങിയുള്ളൂ, അത് വേറെ കാര്യം. 110 അല്ല 109. എന്നിരുന്നാലും ആ സീരീസ് കണ്ട് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഈ സീരീസ് കണ്ടിട്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് പറയുകയാണെങ്കിൽ അത് പറഞ്ഞു തരണേ. ഇനി അഥവാ സ്പോയിലർ ആണെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ കമൻറ്റ് സ്പോയിലറാണെന്ന് പറഞ്ഞാൽ കിട്ടുന്ന അത്ര പോരായി. ബാക്കിയുള്ളവർക്ക് അത് മൈൻഡ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഇത് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഈ എപ്പിസോഡ് ഇടാനായിട്ട് ഇരുന്നത്. മെയിൻ സ്റ്റോറി സ്റ്റാർട്ടാകുന്നത് അടുത്ത എപ്പിസോഡിലാണ്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇട്ട്. ഇനിയും പറയണമെന്നുണ്ട്, എന്നിരുന്നാലും വലിച്ച് ലാഗാക്കുന്നില്ല. അപ്പോൾ അടുത്ത എപ്പിസോഡ് മുതൽ ത്രോൺ ഓഫ് സെയിൽ എന്ന സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓക്കെ, ബൈ.